ഹെയ്റ്റ് ക്രൈം മോണിറ്ററിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ രാജ്യത്ത് നടന്ന വംശീയ വിദ്വേഷ ആക്രമണങ്ങളാണ് ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. ദശകങ്ങളായി ഒഡീഷയിൽ താമസിക്കുന്ന 14-അംഗ കുടുംബത്തെ ബംഗ്ലാദേശി കുടിയേറ്റക്കാരാണെന്നാരോപിച്ച് നാടുകടത്തി. സുരക്ഷാ സേനയാണ് ഇവരെ ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിലുള്ള നോമാൻസ് ലാൻഡിൽ പാർപ്പിച്ചത്. ഇവരിൽ 90 വയസ്സുള്ള വയോധികയും കുട്ടികളുമുണ്ട്. ബംഗ്ലാദേശി സംസാരിക്കുന്നുവെന്ന കാരണം പറഞ്ഞ് 2 മാസം മുമ്പാണ് ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അധികൃതർ ആവശ്യപ്പെട്ട രേഖകൾ ഹാജരാക്കിയിട്ടും പോലീസ് അയഞ്ഞില്ല. ബംഗ്ലാദേശിലേക്ക് അയച്ച ഇവരെ സ്വാഭാവികമായും ബംഗ്ലാദേശിലെ അതിർത്തി രക്ഷാസേന തിരിച്ചയച്ചു. എന്നാൽ സ്വീകരിക്കാൻ ഇന്ത്യൻ രക്ഷാസേന വിസമ്മതിച്ചു. തിരികെ എത്തിയാൽ വെടിവയ്ക്കുമെന്ന് ഇന്ത്യൻ അതിർത്തി രക്ഷാസേന ഭീഷണിപ്പെടുത്തി. ഇവർ ബംഗ്ലാദേശിലേക്ക് തിരിച്ചുപോയി. ഇവരിൽ പലരും ഇപ്പോൾ ബംഗ്ലാദേശിൽ ഒളിവിൽ കഴിയുന്നു. ചിലരെ കാണാനുമില്ല. നേരത്തെ സൊണാലി ഖാത്തൂണും കുടുംബത്തിനും സമാനമായ അനുഭവമുണ്ടായിരുന്നു. പിന്നീട് സുപ്രീം കോടതി ഇടപെട്ടാണ് ഇവരെ തിരിച്ചെത്തിച്ചത്. 2026 ജനുവരി 4-ന് ഒഡീഷയിലെ ദെൻകനാൽ ജില്ലയിലെ പർജാങ് ഗ്രാമത്തിൽ ഏതാനും ക്രിസ്ത്യൻ കുടുംബങ്ങൾ പ്രാർത്ഥനയ്ക്കായി ഒരു വീട്ടിൽ ഒത്തുകൂടി. ബിപിൻ ബിഹാരി നായിക് എന്ന പാസ്റ്ററുടെ നേതൃത്വത്തിലായിരുന്നു അത്. ഈ വാർത്തയറിഞ്ഞ 40ഓളം പേർ വീട്ടിലേക്ക് ഇരിച്ചു കയറി പാസ്റ്ററെ നിർബന്ധിത മതപരിവർത്തനം നടത്തുകയാണെന്ന് ആരോപിച്ച് തല്ലിച്ചതച്ചു. അദ്ദേഹത്തിന്റെ മുഖത്ത് ചായം തേച്ചു, ക്രൂരമായി മർദ്ദിച്ചു, സിന്ദൂരം പുരട്ടി, ചെരുപ്പുമാല അണിയിച്ചു. ജയ് ശ്രീരാം വിളിക്കാൻ ആവശ്യപ്പെട്ട് മർദ്ദനം തുടർന്നു. ചാണകം തീറ്റിക്കുകയും ചെയ്തു. പോലീസ് അദ്ദേഹത്തെ സംഭവ സ്ഥലത്തു നിന്ന് കൊണ്ടുപോയെങ്കിലും ആശുപത്രിയിൽ എത്തിക്കാതെ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി. 1 മണിക്കൂറിന് ശേഷമാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. മർദ്ദനത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതേസമയം ഹിന്ദുത്വരുടെ പരാതിയിൽ പാസ്റ്റർക്കെതിരെയും കേസെടുത്തതായാണ് അറിവ്. ഒഡീഷയിലെ ബാലസോറിൽ കന്നുകാലി കടത്തുകാരെന്ന് ആരോപിച്ച് മുസ്ലിം യുവാവിനെ ഹിന്ദുത്വർ ആൾക്കൂട്ട ആക്രമണത്തിന് ഇരയാക്കി. ജനുവരി 14-ാം തീയതിയാണ് സംഭവം നടന്നത്. ആക്രമണത്തിൽ ഷെയ്ഖ് മഗന്ദർ മുഹമ്മദ് എന്ന മുസ്ലിം യുവാവ് കൊല്ലപ്പെട്ടു. 36 വയസ്സായിരുന്നു. അദ്ദേഹവും സുഹൃത്തും പുലർച്ചെ ഒരു പിക്കപ്പ് വാനിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് അക്രമികൾ തടഞ്ഞു നിർത്തി ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ചത്. ഡ്രൈവറെയും മുഹമ്മദിനെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ബാലസോർ ജില്ലാ ആശുപത്രിയിൽ വെച്ച് അദ്ദേഹം മരിച്ചു. ഇരുവരും പശുക്കടത്തുകാരാണെന്നായിരുന്നു അക്രമികളുടെ വാദം. ജയ് ശ്രീരാം, ഗോമാതാ കി ജയ് എന്നും വിളിക്കാൻ അവർ ആവശ്യപ്പെട്ട് അക്രമികൾ മർദ്ദിക്കുന്നതിന്റെ വീഡിയോ വൈറലായിരുന്നു. ഇന്ത്യയിലെ എല്ലാ ആൾക്കൂട്ട ആക്രമണ കേസുകളിലെയും പോലെ ഇതിലും മർദ്ദിക്കപ്പെട്ടവർക്കെതിരെയായിരുന്നു പോലീസ് കേസെടുത്തത്. മൃഗങ്ങളോടുള്ള ക്രൂരതയ്ക്കും ട്രാഫിക് നിയമലംഘനത്തിനുമെതിരെയാണ് കേസെടുത്തത്. പിന്നീട് കൊല്ലപ്പെട്ട യുവാവിന്റെ പിതാവിന്റെ പരാതിയിലാണ് കൊലക്കുറ്റത്തിന് കേസെടുക്കുന്നത്. യുപിയിൽ ഒഴിഞ്ഞ വീട്ടിനുള്ളിൽ ജുമാ നമസ്കരിച്ച 12 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. യുപിയിലെ ബറേലി ജില്ലയിലാണ് സംഭവം. അവരുടെ വീടിനടുത്ത് മറ്റ് പള്ളികളില്ലാത്തതിനാൽ ഇവർ ഉടമയുടെ അനുമതിയോടെ വീട്ടിനുള്ളിൽ നിസ്കരിക്കുകയായിരുന്നു. ഇവരിൽ കുട്ടികളുമുണ്ടായിരുന്നു. നിസ്കാരത്തിന്റെ വീഡിയോയുമായി ഹിന്ദുത്വരാണ് പോലീസിനെ സമീപിച്ച് നടപടി ആവശ്യപ്പെട്ടത്. ജനുവരി 16-ാം തീയതിയാണ് സംഭവം നടന്നത്. കർണാടകയിലെ ബലഗാവി ജില്ലയിൽ ഹിന്ദുത്വരുടെ ഒരു ഘോഷയാത്ര ദർഗയ്ക്ക് മുന്നിലൂടെ നീങ്ങുന്നതിനിടയിൽ ദർഗ വെടിവെച്ച് തകർക്കുമെന്ന് ആംഗ്യം കാണിച്ചത് സംഘർഷത്തിന് കാരണമായി. അഖണ്ഡ ഹിന്ദു സമ്മേളനത്തിന്റെ ഭാഗമായിരുന്നു ഘോഷയാത്ര. ഘോഷയാത്രയുടെ മുന്നിൽ വാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന ആൾ അല്പസമയം വാഹനം നിർത്തിവെച്ച് ദർഗയ്ക്കു നേരെ അധിക്ഷേപം ചൊരിയുകയായിരുന്നു. പോലീസ് ഏതാനും പേരെ അറസ്റ്റ് ചെയ്തു. കന്നുകാലി കടത്ത് ആരോപിച്ച് അസമിലെ കൊക്രജഹാറിലെ കരിഗോവ് ഗ്രാമത്തിൽ ബോഡോ യുവാവിനെ കൊന്നു. ആക്രമണത്തിൽ 4 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ കന്നുകാലികളെ കടത്തുന്നതാണെന്ന് പറഞ്ഞാണ് ചില ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ ബോഡോകളെ ആക്രമിച്ചത്. പ്രദേശത്ത് സംഘർഷം രൂക്ഷമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്ത്യ ഹെയ്റ്റ് ലാബ് റിപ്പോർട്ട് പുറത്തു വന്നു. അതനുസരിച്ച് 2025-ൽ
21 സംസ്ഥാനങ്ങളിലായി 1318 വംശീയ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുണ്ടായി. അതിൽ 1156 എണ്ണം മുസ്ലിങ്ങൾക്കെതിരെ ഉള്ള ആക്രമണങ്ങളായിരുന്നു. 133 എണ്ണം ക്രൈസ്തവർക്കെതിരെയും. 2025 വർഷത്തെ വംശീയ വിദ്വേഷ ആക്രമണങ്ങൾ 2024 13% കൂടുതലായിരുന്നുവെന്നാണ് അവർ കണ്ടെത്തിയത്. ഇത് 2023 97% കൂടുതലുമായിരുന്നു.